കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മദ്യം വിഷമാണ്. മദ്യപാനം നടക്കട. അമ്മച്ചി, കർത്താവ് തമ്പുരാനാണ്, നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല. അമ്മച്ചി, ആരെങ്കിലും കാണുന്ന കൈവിടാൻ കാണട്ട. 1000 ആള് കണ്ടോ? നടക്കട അങ്ങോട്ട് കേറങ്ങട് നടക്കട. ഇപ്പൊ ഞാൻ പിടിച്ചു കൊണ്ടോണ്ട ഗതികേടായില്ലോ. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, മദ്യപാനിയായ ഭർത്താവ് ഭാര്യയ്ക്ക് കുരിശാണ്. മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ്. മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും കുരിശാണ്. ഇരിക്കൂ. അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ്. ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും. അച്ഛന് പണ്ട് കൽപ്പനയായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. എന്തായാലും ഞാൻ അവിടെ ഒറ്റയ്ക്കായിരിക്കില്ല. താനിരിക്കണ്ട, താനുണ്ടാവും എന്റെ കൂടെ. മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു. പാപ്പച്ചൻ കേൾക്കുന്നുണ്ടോ? അച്ഛനെന്തിനാ എന്റെ അടുത്ത് മാത്രം പറയണേ? അച്ഛൻ പറയണ കേട്ടോന്ന് ഇടവകയിൽ ഞാൻ മാത്രം കൂടിയുള്ളൂന്ന്. മിണ്ടാതിരിക്കണ അവിടെ. വെറുതെ എന്നെ കയ്യിൽ നിന്ന് മേടിക്കണ്ട. അച്ഛൻ പറഞ്ഞാ ശ്രദ്ധിക്കൂ. ഈ കള്ളിമുൾ ചെടിയിൽ നമ്മൾ ഇതേവരെ ഒഴിച്ചുകൊണ്ടിരുന്നത് ജലമായിരുന്നു. എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഈ ചെടിയിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത് മദ്യമായിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? ഇതിൽ നിന്ന് ഒന്നും മനസ്സിലായിച്ചോ? നമ്മുടെ വയറ്റിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെളി വളർന്നാ നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും. നേരെ മറിച്ച് 2 ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവും ചെയ്യും. നമ്മൾ പൂർവാധികം ആരോഗ്യവനായിട്ട് ഇരിക്കും ചെയ്യും. അമ്മച്ചി കേട്ടില്ലേ? മോനെ പാപ്പി, പാപ്പി നിക്കണ വരെ ദൂറുകളെ, നിങ്ങൾ എങ്ങോട്ടെ കാലത്തെ തന്നെ കഷ്ടപ്പെട്ടും പുല്ലരിഞ്ഞും പശുവിനെ കറന്ന് ജീവിക്കുമ്പോഴാ അവന്റെ ഒടുക്കത്തൊരു നാടകം. അല്ല, പാപ്പച്ചൻ പറഞ്ഞിട്ടാ ഇപ്പൊ പോടാ. സുന്ദരേശനാ? സുന്ദരേശനാ? ഏത് സുന്ദരേശൻ? എടാ, മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളയ്ക്ക് നാഴി കഞ്ഞി കൊടുക്കണം വല്ല വിചാരണ്ട. എനിക്ക് തരണ്ട. എടാ, നാടകം എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പേ വല്ലം തിന്നണമെങ്കിൽ ദൈവട് വിചാരിക്കണം. എന്റെ ഭാര്യ കൊണ്ടേ തീറ്റിക്കടാ. അമ്മച്ചി, ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ്. ഈ പശുവിന് കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാർ എന്നെ കൊണ്ട് പുല്ല് തീറ്റി. മര്യാദക്ക് കൊണ്ടുപോയി തീറ്റിക്കടാ. അവന്റെ ഒരു നാടകം. അമ്മച്ചിക്ക് ഏതായാലും കലാബോധം ഇല്ല. നിനക്കെങ്കിലും കലാബോധം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ച. ഇങ്ങോട്ട് വാ. അമ്മച്ചി അതേ സ്വഭാവം. അങ്ങോട്ട് വാ. മനുഷ്യ മനസ്സുകളിൽ ഇക്കിളിയുടെ പൂത്താനമേന്തിയ പുരാണ കന്യക ശകുന്തളയുടെ ഭാവാഭിനയങ്ങൾ. എ ലവ് സ്റ്റോറി ഓഫ് ശകുന്തള ആൻഡ് ദുഷ്കന്ദൻ. പാപ്പച്ചന്റെ ലവ് സ്റ്റോറി ഓഫ് ദുഷ്കന്ദൻ ആൻഡ് ശകുന്തള. ദുഷന്തന്റെ മകൻ അല്ലല്ലോ, ദുഷ്കന്ദൻ, സൺ ഓഫ് ദുഷ്കന്ദൻ. പാപ്പച്ചൻ സൺ ദുഷന്തൻ. വലിയ ഇംഗ്ലീഷിലൊന്നും അനൗൺസ്മെന്റ് വേണ്ട, മലയാളത്തിൽ മതി. അല്ല പാപ്പ, ഈ പശുവിന് കിടാവുണ്ടോ? പശുവിന് അപ്പനുണ്ട്. അപ്പന്റെ കിടാവായാലും മതി. എന്തിനാ? ശകുന്തളയുടെ ആശ്രമത്തിലെ മാൻകിടാവിന് പകരം കിട്ടാൻ കൊള്ളാം. വലിയ ഐഡിയ ഒന്നും വേണ്ട, അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും. ഒന്ന് നോട്ടീസ് എന്താ? ഒരാവശ്യമില്ലേ? എടാ, എന്റെ പേര് ഇത്തിരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞേ? നാടകത്തിന് ആള് കൂടണ്ടേ? അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ. ഞാൻ കുമാരനും കൂട്ടി അങ്ങോട്ട് വന്നോളാം. വിട്ടോ. നമ്മുടെ പഞ്ചായത്തിന്റെ അന്നിലുണ്ണിയായ പട്ടിത്തോട് പാപ്പച്ചൻ അവതരിപ്പിക്കുന്നു മകൻ രാജാവിനോട് കുതിരപ്പുറത്ത് പോണ മതി. അവിടെ കളിക്കില്ലാട്ടാ. അമ്മേ, അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? കത്താലും ഞാൻ വിടില്ല. അങ്ങനെയാലും പറ്റോ? നീ തന്നെ ഉഴാൻ കൊണ്ടുപോയെ. അയ്യോ, നിന്നെ വിടുന്ന പ്രശ്നമില്ല. ഇതിന് വല്ല ഇറച്ചി വെട്ടുകാർക്ക് കൊടുക്കാണ്ട് എന്റെ കല വളവരെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങോട്ട് വാ. കുമാരോ. ആരാ അത്? ഞാനമ്മേ, പാപ്പച്ചനാ. എന്താടാ ഇത്? എന്തു പറ്റി? ഒരു നോട്ടീസ് വായിച്ചത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നണേ. നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം പിടിപ്പിക്കണ്ട. ചെല്ലേ.
ഞാൻ ചായ എടുക്കാം. എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിന്യ തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ? മഹർഷേ, എന്റെ മോനെ, അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്. അതോ 2-3 10-40 വണ്ട് കൂടിയിട്ടല്ലേ ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്നത്? നശിപ്പിച്ച് ചോദിക്കാനുണ്ടോ? 10-40 വണ്ട് കൂടെ പിന്നെ നശിക്കൂലേ? എന്റെ അദ്ദുക്ക, നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ പറഞ്ഞ് കൊളാക്കരുത് കേട്ടോ. കുമാര, അനക്ക് ഇതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാർ തമ്മിൽ വർഗീയത പാടില്ല. മലബാറിൽ 7 മഹർജി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അദ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തനായിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളൂ. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. എന്റെ ഷർട്ട്. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എന്താണ്ടോളെ പേര്? സൗന്ദര. ആ സൗന്ദര. അവൾ ഇതുവരെ എത്തിയില്ലേ? അവൾ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത്. അതിനെങ്ങനെയാ അവളോട് വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കൂട്ടാന്റെ കാര്യം. മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആ ഞാൻ മോന്തയ്ക്ക് കുത്തകുത്തില്ലേ? അവന്മാരെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ? അതിനാ അർക്കീസ് കുറുപ്പോന്റെ റേഷൻ കിടന്ന് വിട്ടിട്ട് വേണ്ടേ? നമുക്ക് ആ പാട്ടൊന്നും നോക്കാം. പോട്ട് സാറിൽ ക്ഷമിച്ചാലും സോറി പറഞ്ഞൂടെ? ആരുണി ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കണില്ലേ? അത്ര നീട്ടണ്ടല്ലേ? നീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ബാലെ ബാലെ. ഇടുതാ, ഞാൻ പാടിത്തരാം. ആരുണി ഭദ്ര കേക്ക്. ആരുണി ഭദ്രേ താപസകന്യേ ആശ്രമമേതെന്നു ചൊല്ലൂ, നീ ആശിപ്പതെന്തെന്നു ചൊല്ലൂ. ആരി കുമാരൻ. ഞങ്ങൾ നിക്കണോ പോണോ? സ്കൂൾ മാസ്റ്റർമാരാ, സ്ഥിരം പറ്റിയാരാ. പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ. ഓ, അല്ല രണ്ടാക്കും ചായ തന്നെയല്ലേ? അതെ, കടി ആവശ്യമുള്ള എന്താണെന്ന് ചെറുത്തോളി, എന്നെ കാത്തിക്കണ്ട. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക? എന്ത് ചെയ്യും? ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ? ഭക്ഷോപ്പ് നമ്മളതിലായി പോയില്ലേ? പിന്നെ നിങ്ങൾ സ്ഥിരക്കാരായതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. 4 ചായ. ഇരിക്കി മോനെ, കടിയെടുത്തോളിട്ടോ. ഈ മുതലാളി ബുദ്ധിമുട്ടിക്കാൻ നാടകത്തെ പുച്ഛിക്കരുത് മുതലാളി. നാടകം എന്റെ പെറ്റമ്മയും പേശങ്കട എന്റെ പോട്ടമ്മയുമാണ്. എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പഞ്ചാര. വിശ്വംബര, നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതടാ. നിനക്ക് പുഴയിൽ ചീഞ്ഞ തൊണ്ടുവായിരുന്ന നല്ല അന്തസ്സുള്ളൊരു പണി ഉണ്ടായിരുന്നല്ലടാ. അവിടുത്തെ നാറ്റം പോരാഞ്ഞിട്ടാണോടാ നീ ഇവിടെ വന്ന് അതിനും അടിഞ്ഞു നാറിയ റേഷനരി വാരുന്നത്? നീ ഇത്ര അതപ്പതിച്ചതാണ് ഞാൻ കരുതില്ലടാ. നീ അതെങ്കിൽ പോടാ തെണ്ടി. വീടി പറഞ്ഞിട്ടാ പോന്നെ? ശകുന്തള വന്നേ, നമ്മളെ ശകുന്തള വന്നേ, പാപ്പച്ച ശകുന്തള വന്നേ. അമ്മ എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് ചെറുപ്പ് പീടി, സൗന്ദര്യക്ക് അമ്മ ആപ്പിളും വാങ്ങി തന്നില്ലേ സുന്ദരേശൻ? സൗന്ദര്യ, ഞാൻ കാത്തിരിക്കാൻ മോളെ. നമുക്ക് അങ്ങോട്ട് വന്റതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ പതുക്കെ ഇറങ്ങണേ. മോള് ഇവിടെ കുത്തിരിക്കും. അച്ഛൻ അവളോട് പോയി കുത്തിരിത്തോളൂ. മോള് ഇവിടെ തന്നെ കുത്തിരിക്കും. ഞാൻ ചായ ഒക്കെ കൊണ്ടു തരട്ടോ. ബീഡിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ. ആപ്പിള് നോക്ക് വാങ്ങിക്കട്ടെ. അയ്യോ ചായ വേണ്ട, ശവു പാലേ കുടിക്കത്തുള്ളൂ. 2 ഗ്ലാസ് പാലെടുക്കും. അല്ലെങ്കിൽ വേണ്ട 3 ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാൽ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു 2 ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കടാ. ഇത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയാവും. ഇവനിട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. കുമാരാ, അയ്യേ പതാ 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 പതാ. ഇപ്പൊ മുഴുവനകത്തേക്ക് പോയി. എന്നാ സൗന്ദര്യ മോളെ പാല് കുടിക്ക്. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ? ആ മുട്ട വെച്ചിട്ട് കൊടുക്കാൻ ബാപ്പ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. മോളെ ചായപ്പൊടി നമ്മളതാ. ഈറ്റയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു 10 വയസ്സിന് ഉപകാരമില്ല എന്ന് പേരെക്കൊണ്ട് ആ ബോർഡ് വിലയൊക്കെ നോക്കിയാണ്. അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല, ഈറ്റകളും നക്ക കണക്ക് എഴുതി വെച്ചാണ് ഞാൻ. ഇവരോട് ഒരു 10 വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല.
പിന്നെ ചോദിക്കും കടം കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകളായിട്ട് സഹകരിച്ച് കളിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്ക്. പാലെടുത്ത് കുടിക്കേ. ഏടാ കുമാര ബായി നോക്കി കണ്ട പ്ലേറ്റ് ആക്കി 2 പയർത്ത് കൊടുക്കേ. ഇവിടെയുള്ള എല്ലാവരെയും പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ ദാ നല്ല മധുരമുള്ള പഴം കഴിക്കുന്നേ. വേണ്ടന്നേ. എന്താ ഇഷ്ടമല്ലേ? എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷകരമണി. എടാ കുമാര കള്ള സൗന്ദര്യ പയം കൊടുക്കാൻ വേണ്ടി ഈ നിന്നാണ് നമുക്ക്. അതും 2 പയർക്കാൻ വേണ്ടി പിന്നെ കൊല ഇങ്ങോട്ട് എടുത്തോളാം. ഞാൻ എടുത്ത് കൊടുത്തോളാം.